അന്തിക്കാട് കാർത്യായനി ക്ഷേത്രം തൃശ്ശൂർ തൃപ്രയാർ റൂട്ടിൽ വലപ്പാട് വഴി പോകുന്നതായിട്ടുള്ള റൂട്ടിൽ കൂടി ഉദ്ദേശം 14 കിലോമീറ്റർ പോയാൽ അന്തിക്കാട് എന്ന സ്ഥലത്ത് എത്തിച്ചേരും. തൃശ്ശൂരിൽ നിന്ന് മറ്റ് ചേർപ്പ് വഴി തൃപ്രയാർ റൂട്ടിലൂടെ പോയി നേരെ വടക്കു ഭാഗത്ത് ചെന്നാലും വടക്കു ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിൽ കൂടി പോയാലും ഈ ക്ഷേത്രം കാണാവുന്നതാണ്. വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് ഇത്. അന്തിക്കാട് ഒരു പ്രത്യേക സ്ഥലം, സൗന്ദര്യപൂർണമായ ഒരു സ്ഥലം തന്നെയാണ് എന്നുള്ളതിന് സംശയമില്ല. മാധുര്യമൂറുന്ന ജലകുംഭം നിറച്ച പച്ച നിഷ്കുടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കേര ഫലങ്ങളും അവയെ ചുവന്നു നിൽക്കുന്ന കേരവൃക്ഷങ്ങളും മയിൽപീലി പോലെ ആടിക്കൊണ്ട് നീലാകാശത്തിലെ വെള്ളമേഘങ്ങളോട് നർമ്മം തുളുങ്ങുന്ന മർമ്മരങ്ങൾ ആലപിച്ചും കൈതപ്പൂക്കളുടെ മാദകമണം നാടെങ്ങും പരത്തി നിൽക്കുന്ന ഒരു അതിമനോഹരവും ആകർഷകവുമായ ഒരു പ്രത്യേക സ്ഥലം തന്നെയാണ് അന്തിക്കാട് എന്നുള്ളത് നിസ്സംശയം നമുക്ക് അറിയുവാൻ സാധിക്കും. ഈ ക്ഷേത്രം പണ്ടുകാലത്ത് ഒരു വനമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ആ ഭാഗം മുഴുവൻ ഒരു വനപ്രദേശമാണെന്നതിനും പുറമെ ധാരാളം മുനിമാര് തപസ് ചെയ്തിരുന്ന ഒരു വനമായിരുന്നു, ഒരു തപോവനമായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. നിരവധി വടക്കേ ഇന്ത്യയിൽ നിന്നു പോലും വന്ന രാജാക്കന്മാരും രാജർഷികളും മഹർഷിമാരും എല്ലാം ഈ കാടിന്റെ സൗന്ദര്യവും അതുപോലെ തന്നെ മാഹാത്മ്യവും കണ്ട് ഇവിടെ വനവാസത്തിന് വന്നിരുന്നു എന്നും അങ്ങനെ ഇതൊരു തപോവനമായിട്ടാണ് കണക്കാക്കി പോരുന്നത്. ഈ തപോവനത്തിൽ ഒരു കാലത്ത് അത്യത്ഭുതകരമായ ഒരു പ്രകാശം കാണുകയുണ്ടായി. അത് സന്ധ്യാസമയത്തായിരുന്നു. അങ്ങനെ സന്ധ്യാസമയത്ത് ഈ മഹാവനത്തിൽ കണ്ട ഈ തേജസ്വരൂപമായ ഈ സ്ഥലത്തെ അന്തിക്കാട്, അന്തിക്ക് കാട്ടിൽ കണ്ടതായ ദേവി എന്നുള്ള ആദിപരാശക്തിയുടെ ആവിഷ്കാരമോ ദൃശ്യമോ ആയിരുന്നു അതെന്നാണ് പറയപ്പെടുന്നത്. സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ മഹർഷിമാർ തന്നെ പ്രവചിച്ചിട്ടുള്ളത് ഇത് മൂകാംബികയിൽ നിന്നു വന്ന ദേവിയാണ്, സാക്ഷാൽ അക്ഷരസ്വരൂപിണിയായ സരസ്വതി ദേവിയാണ് എന്നാണ് സങ്കല്പിച്ച് പോരുന്നത്. ഇവിടെ പറഞ്ഞു വരുന്ന ഒരു കഥ, ഒരു മഹാബ്രഹ്മർഷി ഇവിടെ തപസ് ചെയ്തിരുന്നു എന്നും അദ്ദേഹം മൂകാംബികയിൽ പോയി അവിടെ ധ്യാനമിരുന്നതിനു ശേഷം
സൗപർണികാ നദിയിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരുന്ന ഒരു ശില സാളഗ്രാമമോ മറ്റോ പോലെയുള്ള ഒരു ശില അദ്ദേഹത്തിന് ആദ്യമായി കയ്യിൽ തടയുകയും അത് ആദ്യം തടഞ്ഞ ശില കൊണ്ടുവന്ന് ഇവിടെ ഒരു നാഴി പോലെയുള്ള കരിങ്കല്ല് കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു വസ്തുവിൽ വയ്ക്കുകയും അതിൽ സ്വർണ്ണ ചരടുകൾ പോലെയുള്ള കമ്പികൾ നിറച്ച് ഏറ്റവും അഗാധതയിൽ കുഴിച്ചിടുകയും ഉണ്ടായി എന്ന് ഒരു കഥ പറഞ്ഞു വരുന്നുണ്ട്. അതിനുശേഷം ആ ബ്രഹ്മർഷി അവിടെ തന്നെ സമാധി അടഞ്ഞു പോവുകയാണത്രേ ഉണ്ടായത്. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പ്രകാശം മോഹനമായ അത്ഭുതകരമായ ചൈതന്യവത്തായ ഈ പ്രകാശസ്വരൂപത്തെ കണ്ടതും അതിനെ ദേവിയായി ആരാധിച്ച് സങ്കൽപ്പിച്ച് പോന്നതും. പിന്നീട് അവിടെ ഒരു വേറെ ജനങ്ങളും മറ്റു നാട്ടുകാരും സന്യാസിമാരും എല്ലാം ചേർന്ന് ഒരു പ്രത്യേക ക്ഷേത്രം നിർമ്മിക്കുകയുണ്ടായത്രേ. അത് മൂകാംബികാദേവിയായ സരസ്വതിയുടെ ആണെന്നും ഉള്ള സങ്കല്പത്തിൽ വീണ്ടും ഒരു തിരുമേനി മൂകാംബികയിൽ പോയി തപസ്സനുഷ്ഠിച്ച് അവിടത്തെ മൂകാംബികയിലെ തന്ത്രിയും ഇദ്ദേഹവും കൂടി സൗപർണിക നദിയിലെ ഒരു രണ്ടുപേരും കൂടി കൈകോർത്ത് പിടിച്ചുകൊണ്ട് ആദ്യമായി തടഞ്ഞ മറ്റൊരു ശില കൊണ്ടുവന്ന് അതിൽ ഐമ്പൊന്നുകൊണ്ടുള്ള കമ്പികൾ കൊണ്ട് അത് ആവൃതമാക്കി വളരെ താഴോട്ട് കമ്പികൾ പായിച്ചുകൊണ്ട് മൂലാധാരമായി കിടക്കുന്ന ആ ശിലയുമായി ബന്ധിപ്പിച്ച് അവിടെ പ്രതിഷ്ഠ നടത്തുകയുണ്ടായി. അങ്ങനെ ആ ശിലാരൂപമാണ് മൂകാംബിക ദേവിയുടെ പ്രതീകമായി അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്, മൂലശിലയായി മൂലബിംബമായി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് എന്നും പറഞ്ഞു വരുന്നു. എന്തെല്ലാമായാലും അതിനുശേഷം അവിടെ ഒരു ദേവീ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയുണ്ടായി. ശംഖ് ചക്ര വരദാഭയത്തോടു കൂടിയ ഒരു ദേവിയുടെ വിഗ്രഹമാണ് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അങ്ങനെ മൂകാംബികാദേവി സരസ്വതി ദേവിയുടെ പ്രത്യക്ഷ രൂപമായിട്ടാണ് അന്തിക്കാട് പ്രധാനമായി സാത്വിക സ്വരൂപിണിയായി ജഗദംബികയായി വർത്തിക്കുന്നത് എന്ന് മഹാന്മാരായിട്ടുള്ളവർ നാട്ടുകാരും പറഞ്ഞു വരുന്നു, ആരാധിച്ചു വരുന്നു. അവിടെ അതിനുശേഷം അതിമനോഹരമായ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയുണ്ടായി. ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം ഉദ്ദേശം 2000-ൽ പരം കൊല്ലങ്ങൾക്ക് മുന്നേ ഉണ്ടായി എന്നാണ് അറിയപ്പെട്ടു വരുന്നത്. സാധാരണ പെരുമനം ഉത്സവകാലത്തെ കാലപ്പഴക്കത്തോളം തന്നെ ചെല്ലാവുന്ന ഒരു കാലപ്പഴക്കം തന്നെയാണ് ഈ ദേവിക്കും കൽപ്പിച്ചു പോരുന്നത്. കലി ദിനവർഷം 3000 മീതെയാണ് ഇവിടുത്തെ ഈ പ്രതിഷ്ഠാ സംബന്ധമായ സംഭവങ്ങൾ എല്ലാം ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. ജ്യോത്സ്യത്തിൽ തന്നെ
2020 വർഷങ്ങൾക്ക് മുമ്പായിട്ടുള്ള കലിവർഷമാണ് കണക്കാക്കി വരുന്നത്. സാധാരണ വർഷമാണ് കണക്കാക്കി വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ദേവി പെരുമലം ഉത്സവത്തിൽ പങ്കെടുത്ത ഒരു ദേവിയായിരിക്കണം. തുടർന്ന് പെരുമലം ഉത്സവം മാറി ആറാട്ടുപുഴ പൂരമായി മാറിയപ്പോഴും ഈ ദേവി തന്റെ അനുജത്തിയായ ചൂരക്കോട് ദേവിയോടുകൂടി ആറാട്ടുപുഴയിലേക്ക് എഴുന്നള്ളി പൂരം കഴിച്ചു പോന്നിട്ടുണ്ടാകണം എന്ന് സാധാരണ പൂരസ്നേഹികളായിട്ടുള്ളവർ സങ്കല്പിക്കുകയും ആ പ്രദേശത്തുകാര് അങ്ങനെ വിശ്വസിച്ചു പോരുകയും ചെയ്യുന്നു. എങ്ങനെയായാലും വളരെ പ്രതാപശാലിയും സമ്പൽ സമൃദ്ധിയും മറ്റെല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു ക്ഷേത്രമായിരുന്നു എന്ന് വേണം ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഇവിടുത്തെ ദേവിയെക്കുറിച്ചും കരുതുവാൻ. ഒരു കാരണം, ആറാട്ടുപുഴ മന്ദാരക്കടവിൽ തേവരിക്കും ഊരകത്തിനും അവിടെ മണ്ഡപങ്ങൾ ഉണ്ട് ആറാടുവാൻ വേണ്ടിയിട്ട്. എന്നാൽ അതിൽ ആദ്യത്തെ മണ്ഡപം അന്തിക്കാടിനാണ് എന്നുള്ളത് അന്തിക്കാടിൻ്റെ പഴമയുടെ മാഹാത്മ്യവും മേൽപ്പറഞ്ഞ ധനത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ശ്രേഷ്ഠതയുടെയും എല്ലാം വിളിച്ചോതുന്ന ഒരു ഉദാഹരണമായി ഇന്നും നിലനിന്നു പോരുകയാണ്. 3 മണ്ഡപങ്ങൾ ഉള്ളതിൽ ആദ്യത്തേത് അന്തിക്കാടിൻ്റേത് ആണ്. ഇത്തരത്തിൽ മാഹാത്മ്യമുള്ള ഒരു ക്ഷേത്രമാണ് അന്തിക്കാട് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. വേറൊരു സങ്കല്പത്തിൽ ഈ ദേവിയെക്കുറിച്ച് പറയുമ്പോൾ പ്രഭാതത്തിൽ സരസ്വതിയായും ഉച്ചയ്ക്ക് ലക്ഷ്മിയായും വൈകുന്നേരം കാളിയായും അതായത് പാർവതിയായും സ്ഥിതി ചെയ്യുന്നു എന്ന് ഒരു സങ്കല്പവും ഉണ്ട്. ഇത് ഏറെക്കുറെ മിക്കവാറും ദുർഗാക്ഷേത്രങ്ങളിൽ സാധാരണയായി പറഞ്ഞു വരുന്നതും ജ്യോത്സ്യന്മാര് രാശിയിൽ കൂടി കാണുന്നതുമായിട്ടുള്ള ഒരു സാധാരണ സങ്കല്പം മാത്രമാണ്. ഇതിനുപരിയാണ് ഇവിടെ സരസ്വതി സങ്കല്പം നിൽക്കുന്നത് എന്നാണ് അവിടുത്തുകാരും ആ ക്ഷേത്ര സംബന്ധമായി അറിവുള്ളവരും പറഞ്ഞു വരുന്നത്. ഇവിടുത്തെ ദേവിക്ക് ചാർത്തുവാൻ വേണ്ടി സ്വർണ്ണ ഗോളകയും അതുപോലെ തന്നെ തിലകാദി വസ്തുക്കളും ആഭരണങ്ങളും എല്ലാം ധാരാളം ഉണ്ട്. അത് അണിയിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഉപദൈവങ്ങളായി നിരവധി ക്ഷേത്രത്തോടനുബന്ധിച്ച് ഉള്ള പ്രതിഷ്ഠകളും ഇവിടെ ഉണ്ട്. വായുകോണിൽ ബ്രഹ്മരക്ഷസ്, നിരതി കോണിൽ ശ്രീഭൂതനാഥൻ ശാസ്താവും അതിനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ശ്രീകോവിലിനു പ്രത്യേക ശ്രീകോവിലുകളിൽ ആണ് ശബരിമലയിലെ പ്രത്യേകിച്ച് ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ശബരിമല കാലത്ത് അവിടെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് നടക്കുന്നത്. ഗണപതി, ശിവൻ തുടങ്ങിയതായിട്ടുള്ള ശിവ കുടുംബ പ്രതിഷ്ഠയും അതിൻ്റെ തൊട്ടടുത്ത ഭാഗത്ത് തന്നെ ഉണ്ട്. ഇവിടുത്തെ തന്ത്രി പഴങ്കാംപറമ്പ് മനക്കാരാണ്. ആരംഭത്തിൽ തരണനെല്ലൂരും പിന്നീട് അദ്ദേഹം ചുമതലപ്പെടുത്തിയ കൊളങ്ങാത്ത് ചോറൂളി നമ്പൂതിരിയും ആയിരുന്നു. ആ തന്ത്രി അവിടെ നിന്ന്
എന്തോ കാരണത്താൽ സത്യം ചെയ്ത് താന്ത്രിത്വം ഒഴിഞ്ഞപ്പോൾ ആണ് പഴങ്കാമ്പറമ്പിലേക്ക് ഇത് ലഭിച്ചത്. ഇവിടെ മറ്റ് തിരുമേനിമാരുടെ മാതിരി തന്നെ തുളു ബ്രാഹ്മണര്, എമ്പ്രാന്തിരിമാര് സാധാരണയായി പൂജ നടത്തുന്നുണ്ട്. ഇതിന്റെ കീഴേടങ്ങളായി വടക്കാക്കര ശ്രീകൃഷ്ണ ക്ഷേത്രവും പുത്തമ്പള്ളി ഭദ്രകാളി ക്ഷേത്രവും ഉണ്ട്. ഈ ക്ഷേത്രം കൊച്ചിൻ ദേവസ്വത്തിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രം തന്നെ ആയിട്ടാണ് കണക്കാക്കി വരുന്നത്. മറ്റ് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്നതായ സാമ്പത്തിക സഹായത്തിനു പുറമെ നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം ഭംഗിയായി നടത്തുന്നത്. അഷ്ടമിരോഹിണി ദിവസം ഇവിടെ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വളരെ കേമമായ ഉത്സവമാണ്. കൂടാതെ ഭദ്രകാളി ക്ഷേത്രത്തിലും ഇതുപോലെ തന്നെ മകരഭരണി ആഘോഷിച്ച് വരുന്നുണ്ട്. ഇതിന് അടുത്ത കാലത്തായി ക്ഷേത്രത്തിന്റെ സ്ഥല സംബന്ധമായ ചില കേസുകളും മറ്റും ഉണ്ടായതിനെ തുടർന്ന് ദേവസ്വം ബോർഡും നാട്ടുകാരുമായി സ്വല്പം പിണക്കത്തിലായെങ്കിലും അവസാനം ഒരു ആല് വെച്ചതിന്റെ പേരിലായിരുന്നു അത്, ആൽമരം. അതിൽ ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ നിരന്തരമായ പ്രയത്നത്തിന്റെ ഫലമായി അത് ദേവസ്വത്തിലേക്ക് തന്നെ ആ വഴി വിട്ടുകിട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുണ്ടായി. പ്രശ്നചാർത്തിലൂടെ മറ്റൊരു കഥയും ഈ ദേവിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു വരുന്നുണ്ട്. അതായത് ഈ പ്രത്യേക ആരൂഢ സ്ഥലം എന്ന് പറയുന്ന ഈ പ്രത്യേക ദേവിയുടെ പ്രതിഷ്ഠാസ്ഥലം ഒരു കാലത്ത് യാതൊരു വിധത്തിലുള്ള പരിഗണനയും ഇല്ലാതെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രത്യേകിച്ചുള്ള പൂജാദികളും ഒന്നും ഇല്ലാതെ ആദിസ്വരൂപിണി പരാശക്തി ആയി ഒളിഞ്ഞു കിടന്നിരുന്നു എന്നും ആ ശക്തി വിശേഷത്തിന് ആ കാലത്തൊന്നും പ്രകൃതി പൂജകളാണ് നടന്നിരുന്നത് എന്നും അതിനെ തുടർന്ന് അവിടുത്തെ തേജസ് വർദ്ധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളതെന്നും പ്രശ്നവശാൽ കാണുകയുണ്ടായിത്രേ. ആയത് കാരണത്താൽ അത് ഒരു ചമ്പകവനം എന്ന പ്രദേശത്ത് എന്ന നാമത്തിൽ കൂടി അറിയപ്പെട്ട് വരുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. ഇവിടെ കൊല്ലം തോറും മേൽപ്പറഞ്ഞ ക്ഷേത്രങ്ങളിലും പ്രധാന ക്ഷേത്രത്തിലും നിരവധി വിശേഷങ്ങൾ കൊണ്ടാടി വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മാസവിശേഷങ്ങളും ആണ്ടുവിശേഷങ്ങളും അങ്ങനെ രണ്ടായി തിരിക്കുന്നത്. സാധാരണ നിത്യനിദാന പൂജ വളരെ ആചാര അനുഷ്ഠാന പ്രകാരം തന്നെയാണ് നടക്കുന്നത്. തികച്ചും താന്ത്രിക വിധിപ്രകാരമുള്ള പൂജകൾ അതീവ ശുഷ്കതയോടുകൂടി നടത്തുന്നതിൽ ഇവിടുത്തെ തന്ത്രിമാരും മറ്റ് ഊരാളന്മാരും നാട്ടുകാരും വളരെ അധികം ശ്രദ്ധാലുക്കളാണ്. കാലത്ത് ഉഷപൂജ, അതുപോലെ തന്നെ ഗണപതി ഹോമം,
മറ്റ് തുടങ്ങിയതായ മലര് നിവേദ്യം തുടങ്ങിയതായിട്ടുള്ള എല്ലാ പൂജകളും കഴിഞ്ഞ്, ഉഷപൂജ കഴിഞ്ഞ് പിന്നീട് നിവേദ്യങ്ങളെല്ലാം സമർപ്പിച്ച് അതിനുശേഷം ഉച്ചപൂജ നടത്തി നട അടയ്ക്കുന്നു. വൈകുന്നേരം 4 മണിയോട് കൂടി അത്താഴപൂജയ്ക്കുള്ള നട തുറന്ന് ദീപാരാധന, നിർമാല തുടങ്ങിയ എല്ലാ വിശേഷങ്ങളും അവിടെ പൂജാദികളും അവിടെ നടത്തി രാത്രി നട അടയ്ക്കുന്നു. എല്ലാ മാസത്തിലും കാർത്തിക നാള് ഓരോരോ നാട്ടുകാർ ഓരോരുത്തരുടെ വകയായി ഊട്ട്, നിർമാല എന്നിവ ഉണ്ട്. ദീപാലങ്കാരങ്ങളും ഉണ്ടാകുന്നുണ്ട്. നിരവധി കോണിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള അയ്യപ്പസ്വാമിക്ക് എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച നിർമാലയും പ്രത്യേക പായസവും മറ്റും നിവേദിച്ച് വരുന്നു. മറ്റൊന്ന് കന്നിമാസത്തിലെ നവരാത്രി വിജയദശമിയോടനുബന്ധിച്ചുള്ള വിശേഷമാണ്. മൂകാംബികയിൽ നടക്കുന്ന മാതിരി തന്നെയുള്ള സരസ്വതി പൂജയും അതിനനുസരിച്ചുള്ള സംഗീത, സാഹിത്യ തുടങ്ങിയതായിട്ടുള്ള അർച്ചനകളും കലാപരിപാടികളും എല്ലാം നിർമാലകളും മറ്റും അവിടെ നടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയുന്നത് ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ചുള്ള വിശേഷങ്ങളാണ്. പൂരത്തിനോട് അനുബന്ധിച്ച് മീനമാസിലെ മകീരം നാളിലാണ് ഇവിടെ പൂരം പുറപ്പെടുന്നത്. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് നടക്കുന്ന ചില ദുർഗാ ക്ഷേത്രങ്ങളിൽ കൊടികൾ കയറുന്നത് പല രൂപത്തിലാണ്. ചില ദിക്കില് കൊടിമരം ശരിക്കും ആശാരി ചെത്തി അതിൻ്റെ കൈയോടുകൂടി കൊടിമരം കൊടി കെട്ടാനുള്ള സൗകര്യത്തോടുകൂടി കൊടികയറ്റം നടത്തുന്ന സ്ഥലങ്ങൾ ഉണ്ട്. മറ്റ് ചിലയിടങ്ങളിൽ കവുങ്ങ് തലയോടുകൂടി കുഴിച്ചിടുന്ന സമ്പ്രദായമാണ്. ഇത് വിട്ട് ഇവിടെ കൊടികയറ്റമേ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെ കൊട്ടിപ്പുറപ്പെടുക എന്ന് പറയുന്ന ചടങ്ങ് മാത്രമാണ്. ചില സ്ഥലങ്ങളിൽ കൊടിയേറ്റവും പുറപ്പാടും മകീരം ദിവസം തന്നെ ഉണ്ട്. ചിലയിടത്ത് ശാസ്താക്കന്മാർക്ക് പ്രത്യേകിച്ചും മകീരം കൊടിയേറ്റവും തിരുവാതിര പുറപ്പാടും ആണ്. ഇവിടെ പുറപ്പാട് മാത്രമാണ് ഉള്ളത്, കൊടിയേറ്റം ഇല്ല. സന്ധ്യയ്ക്ക് മകീരം നാളിൽ ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. വൈകുന്നേരത്തോടു കൂടിയാണ് സന്ധ്യയ്ക്ക് ദേവിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഹവിസ്സിന് അരി അളക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. ഉദ്ദേശം രാത്രി 8:30 ദേവിയെ ആറാട്ടിന് എഴുന്നള്ളിക്കുന്നു. ഇവിടെ പൂരം എല്ലാ ദിക്കുകളിലും ഒരുവിധം പൂരം കഴിഞ്ഞതിന് ശേഷമാണ് ആറാട്ട് എങ്കിൽ ഇവിടെ ആറാട്ടിന് ശേഷമാണ് പൂരം എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ടാണ് കണക്കാക്കി പോരുന്നത്. ഈ ക്ഷേത്രത്തിന് 200 മീറ്റർ വടക്ക് ഭാഗത്തായി ഒരു താമരപ്പൊയ്ക ഉണ്ടെങ്കിലും ഇവിടെ ദേവിയുടെ ആറാട്ട് നടക്കുന്നത് ക്ഷേത്രക്കുളത്തിൽ തന്നെയാണ്. ആറാട്ടിന് ശേഷം തിരിച്ച് ക്ഷേത്രത്തിലെത്തി
പൂജാദികളെല്ലാം കഴിക്കുന്നു. ശ്രീഭൂതബലി, നവകം തുടങ്ങിയ എല്ലാ പൂജകളും കഴിഞ്ഞ് പൂരത്തിനു വേണ്ടി പുറപ്പെടുന്നു. ആറാട്ട് കഴിഞ്ഞ് പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷം പുറപ്പാടും നടത്തുന്നതോടെ ചെമ്പട കൊട്ടി പടിഞ്ഞാറെ ഗോപുരം കടന്ന് പഞ്ചവാദ്യം തുടങ്ങുന്നു. പടിഞ്ഞാറെ പന്തൽ വരെ, അതിനുശേഷം കേളിപ്പറ്റ് എന്നിവയും തുടർന്ന് പഞ്ചാരി മേളം അതിനുശേഷം ആണ് തുടങ്ങുന്നത്. മേളത്തിന് ശേഷം വെടിക്കെട്ടും മറ്റും ഉണ്ട്. രാത്രി 10 മണിക്ക് പുറപ്പെട്ട് 3 മണി വരെ എല്ലാ ചടങ്ങുകളും നിർവഹിച്ച് ദേവിയെ അകത്തേക്ക് എഴുന്നള്ളിക്കുന്നു. ആറാട്ടുപുഴയിൽ സഹോദരി സ്ഥാനത്ത് നിൽക്കുന്ന ചൂരക്കോട് ഭഗവതിയുമായി അന്തിക്കാട് ഭഗവതി എത്തി ഇറക്കമായി ക്ഷേത്രനടയിലെ ഇറക്ക പൂരമായി പഞ്ചാരി അതിഗംഭീരമായി കൊട്ടി തകർത്ത് ഉദ്ദേശം 2-2:30 പൂരം അവസാനിപ്പിച്ച് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി ഇരിക്കുന്നു. പിറ്റേ ദിവസം മന്ദാരക്കടവിൽ ആറാട്ടും എല്ലാം കഴിഞ്ഞ് ശാസ്താവിനോട് വിട പറഞ്ഞുകൊണ്ട് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. പഴുവിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. അവിടെ ഭക്ഷണവും കഴിച്ച് വിശ്രമിച്ച ശേഷം അന്തിക്കാട് ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ ചടങ്ങുകളെല്ലാം നിറവേറ്റിക്കൊണ്ട് ഉത്രം വിളക്ക് നടത്തുന്നു. അത് ആചാരപ്രകാരം ഭംഗിയായി നടത്തി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് പ്രധാനപ്പെട്ട പൂജകളും മറ്റ് ആചാര സമ്പ്രദായമനുസരിച്ചുള്ള കർമ്മങ്ങളും ആചാരങ്ങൾക്ക് അണുപോലും വിഘ്നം വരുത്താതെയോ തെറ്റാതെയോ വളരെ ശാസ്ത്രീയമായ രൂപത്തിൽ നടത്തിക്കൊണ്ട് അന്തിക്കാട് ഭഗവതിയുടെ ഏറെക്കുറെയുള്ള വിശേഷങ്ങളെല്ലാം അവസാനിപ്പിക്കുകയാണ്.